നമസ്തേ ഓൾ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ശ്രീകുമാർ ഗോപിനാഥൻ. ഞാൻ സിയുടെ യോഗ ട്രെയിനറാണ്. നമുക്ക് പലപ്പോഴും ആളുകൾ ചോദിക്കാറുള്ളതാണ്, എനിക്ക് 40 വയസ്സ് കഴിഞ്ഞു. 40 വയസ്സ് കഴിഞ്ഞതുകൊണ്ട് ഇനി എനിക്ക് യോഗ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ പിന്നിലുള്ള ഒരു കാരണം, ഈ 40 കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെക്സിബിലിറ്റി വളരെ കുറവായിരിക്കും. ഇപ്പം നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ബാക്ക് പെയിൻ എടുക്കുക, അല്ലെങ്കിൽ മര്യാദയ്ക്കൊന്ന് ബെൻഡ് ചെയ്യാൻ പറ്റാതിരിക്കുക. ഈ ഒരു ഡിഫിക്കൽട്ടീസ് ഒക്കെ ഫേസ് ചെയ്യുന്നതുകൊണ്ടാണ് പലരും നമ്മളോട് ചോദിക്കുന്നത്. ഇപ്പോൾ 40 വയസ്സ് കഴിഞ്ഞു, എനിക്ക് 45 എനിക്കിനിയിപ്പോൾ യോഗയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം. അപ്പോൾ ഇതിൽ നമുക്ക് പ്രധാനമായിട്ടും പറയുന്നത് ഏതൊരു ഏജ് ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിലും നമുക്ക് യോഗ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, അല്ലേ? നമ്മൾ പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നാണ്. അപ്പോൾ ഒരു ദിവസം നമ്മൾ ചെയ്യുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് അപ്പോൾ തന്നെ നമ്മൾ എല്ലാം പെർഫെക്റ്റ് ആവണമെന്നില്ല. നമ്മൾ ഡേ ബൈ ഡേ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഓട്ടോമാറ്റിക്കലി നമ്മുടെ സിസ്റ്റത്തിൽ വരും. കാരണം നമ്മൾ 100% പെർഫെക്ഷൻ എന്നുള്ളത് ഒരു കാര്യം, ഒരു ഇമാജിനേഷനാണ്, അല്ലേ? 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സാധനവും ഇല്ല. അപ്പോൾ നമ്മൾ ആ ഒരു ഇമാജിനേറ്ററി സ്റ്റേറ്റിലേക്ക് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഡേ ബൈ ഡേ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു നിത്യം നമ്മൾ യോഗ അഭ്യസിക്കുന്നതിലൂടെ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രാണായാമം ചെയ്യുന്നതിലൂടെ, അല്ലെങ്കിൽ ആസനങ്ങൾ ചെയ്യുന്നതിലൂടെ, നമ്മൾ പല രീതിയിലുള്ള ധാരണകൾ ചെയ്യുന്നതിലൂടെ, ക്രിയാസ്, ബന്ധാസ് ഒക്കെ ചെയ്യുന്നതിലൂടെ തീർച്ചയായിട്ടും ഏത് പ്രായത്തിലുള്ള ഒരാൾക്കും നമുക്ക് യോഗ വഴങ്ങുന്നതാണ്. പിന്നെ മറ്റ് കുറച്ചും കൂടി ആഴത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ലൈഫ് പാം സൈക്കോളജി നോക്കുകയാണെങ്കിൽ 40s എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഒരു ഒരു ജീവൻ വരുമ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള സംഭവം, നമ്മൾ ആ ഒരു യങ് ഏജിലേക്ക് കഴിഞ്ഞു. നമ്മുടെ റീപ്രൊഡക്ഷൻ കഴിഞ്ഞു. കുട്ടികളൊക്കെ ആ ഒരു സ്റ്റേജിലെത്തി. പിന്നെ അവരുടെ മൈൻഡ് സ്റ്റാഗ്നൻ്റ് ആയി നിൽക്കുന്ന ഒരു ടൈമാണ് ഈ 40s എന്ന് പറഞ്ഞാൽ. അപ്പോൾ പലർക്കും ഒരു വിരസത അനുഭവപ്പെടാം. അപ്പോൾ ഇനി നെക്സ്റ്റ് എന്ത്? നമ്മൾ ലൈഫിലുള്ള പല കാര്യങ്ങളും നേടി. മിക്കവരും ജോബിലൊക്കെ സെറ്റിൽഡ് ആയിരിക്കും. അല്ലെങ്കിൽ കുട്ടികളായി. ഇനി ആ കുട്ടികളെയൊക്കെ പഠിപ്പിച്ച് ആ ഒരു ലെവലിലേക്ക് പോയി ലൈഫ് സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആ ഒരു സമയത്താണ് നമുക്ക് ഈ വിരസത എന്ന് പറയുന്ന ഒരു കാര്യം വരുന്നത്. അപ്പോൾ ഹയർ ആയിട്ടുള്ള ഒരു തോട്ടിലേക്ക്, ഇനി നെക്സ്റ്റ് ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഒരു ഗോളിലേക്ക് നമ്മളെ ലൈഫിനെ മാറ്റാൻ പറ്റുന്ന ഒരു ടൈമാണ് ഈ മിഡ് 40s എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതലായിട്ട് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് കൊയ്തെടുക്കാൻ പറ്റുന്ന ആ ഒരു സീഡ്സ് നമുക്ക് പാകാൻ പറ്റിയ ഒരു ലൈഫ് ടൈമാണ് ഈ 40s, മിഡ് 40s എന്നുള്ളത്. അപ്പോൾ അത് കൂടുതൽ സമയം നമ്മൾ ധ്യാനത്തിന് വേണ്ടി നമ്മൾ ചിലവഴിക്കുക, നമ്മുടെ മനസ്സിൻ്റെ ഏകാഗ്രതയ്ക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക. ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് കൂടുതൽ സ്പിരിച്വൽ ആയിട്ടുള്ള യോഗയുടെ ഒരു ആസ്പെക്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു മിഡ് 40സിലാണെങ്കിൽ ഇതാണ് നിങ്ങളുടെ റൈറ്റ് ടൈം ഫോർ പ്രാക്ടീസ് യോഗ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ, ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ യോഗയെ പറ്റി കൂടുതൽ അറിയണം, യോഗ TTCയെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മുടെ ഈ നമ്പറിൽ ഒന്ന് കണക്ട് ചെയ്യുക. 9544455525.